പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം തിരുവചനം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. 2-ാം ലോകമഹായുദ്ധകാലം. നാസി തടവറയിൽ ലക്ഷങ്ങൾ മരിച്ചു വീണു. ഫ്രാൻസിസ്കൻ ആശ്രമത്തിന്റെ അധിപനും ഏതാനും പ്രസിദ്ധീകരണങ്ങളുടെ പ്രസാധകനുമായ മാക്സിമില്യൻ കോൾബെയും തടവറയിലെത്തി. തടവുകാരോടൊപ്പം ക്യൂവിൽ നിൽക്കുമ്പോഴും പണിസ്ഥലത്തും അനേകരെ കുമ്പസാരിപ്പിച്ചു. കയ്യിൽ പുരട്ടിയ വീഞ്ഞും പ്രാതലിന് ലഭിച്ച റൊട്ടി കഷ്ണങ്ങൾ ഉപയോഗിച്ച് ദിവ്യബലി അർപ്പിച്ചു. ഭിത്തിയിൽ നഖം കൊണ്ട് കോറിയിട്ട ക്രൂശിത രൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ചു. ആ തടവറയിൽ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ വീശാൻ ഈ വൈദികൻ കാരണമായി. സ്നേഹമുള്ളവരെ, പ്രതിസന്ധി നമ്മെ തളർത്തുകയല്ല, ഉണർന്നെഴുന്നേൽക്കണം. അനേകർക്ക് ആശ്വാസമായി നാം മാറണം. ഇതിനുള്ള കൃപ കുരിശിലെ യേശുവിൻ്റെ സഹനം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധമ്മ മാതാവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കണമേ. സഹനശക്തി ഞങ്ങളിൽ രൂഢമൂലമാകുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അനേകർക്ക് ഞങ്ങൾ ആശ്വാസം നൽകാൻ അമ്മ തന്നെ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. നന്ദി.